പശ്ചിമേഷ്യയിലെ ദീർഘകാല ശത്രുക്കളായ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കാവുന്ന വലിയൊരു നയതന്ത്ര നീക്കത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പുറത്തുവരുന്നത്. ടെഹ്റാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന കടുത്ത സൈനിക നീക്കങ്ങൾക്കും യുദ്ധത്തിനും ശേഷം മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുന്നതിനായി ഒരു പ്രാദേശിക അനാക്രമണ കരാർ എന്ന ആശയം സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും സുരക്ഷാ സമവാക്യങ്ങളെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോന്ന ഈ നീക്കം അതീവ രഹസ്യമായാണ് റിയാദ് കൈകാര്യം ചെയ്യുന്നത്. ശീതയുദ്ധകാലത്ത് പരസ്പരം പോരടിച്ചിരുന്ന പാശ്ചാത്യ ശക്തികളും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഭിന്നതകൾ കുറയ്ക്കുന്നതിനായി 1975 രൂപീകരിച്ച ചരിത്ര പ്രസിദ്ധമായ ഹെൽസിങ്കി ഉടമ്പടി മാതൃകയാക്കിയാണ് സൗദി അറേബ്യ ഈ പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത്. ശത്രുതയിലായിരിക്കുന്ന വൻ ശക്തികൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തർക്കങ്ങൾ പരിഹരിക്കാൻ ഹെൽസിങ്കി കരാർ എങ്ങനെയാണോ സഹായിച്ചത്, അതേ രീതിയിലുള്ള ഒരു സുരക്ഷാ ചട്ടക്കൂട് മിഡിൽ ഈസ്റ്റിലും പ്രായോഗികമാക്കാനാണ് റിയാദ് ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങൾക്ക് വലിയൊരു പ്രഹരം ഏൽപ്പിക്കുന്ന ഒന്നാണ് സൗദി അറേബ്യയുടെ ഈ ബോൾഡ് ഓഫർ. ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനും അവരുടെ ഭരണകൂടത്തെ തകർക്കാനും വാഷിംഗ്ടണും ടെല്ലവീവും ശ്രമിക്കുമ്പോൾ ഇറാനുമായി കൈകോർക്കാനാണ് സൗദി താല്പര്യപ്പെടുന്നത്. ഇറാന്റെ സ്വാധീനം പശ്ചിമേഷ്യയിൽ നിന്നും തുടച്ചു നീക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അനാക്രമണ കരാർ പ്രകാരം മേഖലയിലെ ഒരു രാജ്യവും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയോ പരസ്പരം ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകുകയോ ഇല്ലെന്ന ഉറപ്പാണ് പരസ്പരം നൽകേണ്ടി വരിക. ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ സൈനിക തന്ത്രങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. കാരണം ഇറാനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങളുടെ വ്യോമപാതയോ താവളങ്ങളോ ഉപയോഗിക്കാമെന്ന ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ ഇതോടെ തെറ്റും. നിലവിലുള്ള യുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള പശ്ചിമേഷ്യൻ പുനർനിർമ്മാണമാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. യുദ്ധങ്ങൾ കാരണം തങ്ങളുടെ വലിയ സാമ്പത്തിക പദ്ധതികളും വികസന ലക്ഷ്യങ്ങളും തടസ്സപ്പെടുമെന്ന് റിയാദ് ഭയപ്പെടുന്നുണ്ട്. ടൂറിസവും ആഗോള നിക്ഷേപങ്ങളും ആകർഷിക്കാൻ ശ്രമിക്കുന്ന സൗദിക്ക് അതിർത്തികളിൽ സ്ഥിരമായ സമാധാനം ആവശ്യമാണ്. ഇറാനുമായി ഒരു ധാരണയിലെത്തുന്നത് വഴി യമനിലെ ഹൂത്തികൾ ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകളിൽ നിന്നും സൗദിക്ക് നേരെയുണ്ടാകുന്ന ഭീഷണികൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഹെൽസിങ്കി മോഡൽ ചട്ടക്കൂടിലേക്ക് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെ കൂടി പങ്കാളികളാക്കാൻ സൗദി ശ്രമിക്കുന്നുണ്ട്. UAE, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഈ സമാധാന കരാറിലൂടെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നതിനായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഈ കരാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ ഈ ഓഫർ വലിയൊരു നയതന്ത്ര വിജയമാണ് നൽകുന്നത്. പാശ്ചാത്യ ശക്തികൾ തങ്ങളെ പൂർണ്ണമായും തകർക്കാൻ നോക്കുമ്പോൾ മേഖലയിലെ ഏറ്റവും വലിയ അറബ് ശക്തി തങ്ങളിലേക്ക് സൗഹൃദ ഹസ്തം നീട്ടുന്നത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ വാർത്ത പുറത്തു വന്നതോടെ വാഷിംഗ്ടണിലും ഇസ്രയേലിലും കടുത്ത അസ്വസ്ഥതകൾ പുകയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമാധികാരത്തിന് ഏറ്റ വമ്പൻ തിരിച്ചടിയായാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. സൗദി അറേബ്യ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുമെന്ന് കരുതിയിരുന്ന അമേരിക്കയ്ക്ക് അവർ ഇറാന്റെ കൂടെ ചേരുന്നത് വലിയൊരു നയതന്ത്ര പരാജയമായി മാറും. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ശീതയുദ്ധകാലത്ത് യൂറോപ്പിൽ സമാധാനം കൊണ്ടുവന്നതുപോലെ ഒരു മാറ്റം പശ്ചിമേഷ്യയിലും സാധ്യമാക്കാൻ ഈ കരാറിന് കഴിഞ്ഞേക്കും. പരസ്പരമുള്ള ഭയവും സംശയവും ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ ആദ്യപടി. അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം മനുഷ്യാവകാശങ്ങളും സാമ്പത്തിക സഹകരണവും ഈ കരാറിന്റെ ഭാഗമായിരിക്കും. എണ്ണ വിപണിയുടെ സ്ഥിരതയ്ക്കും ഈ കരാർ വളരെ നിർണായകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2 എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തമ്മിൽ ഒരു അനാക്രമണ കരാറിലെത്തിയാൽ അത് ആഗോള ഇന്ധന സുരക്ഷയ്ക്ക് വലിയൊരു ഉറപ്പായി മാറും. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ജലപാതകളിലൂടെയുള്ള ചരക്ക് കടത്ത് സുരക്ഷിതമാകും. എങ്കിലും ഈ പാതയത്ര എളുപ്പമായിരിക്കില്ല എന്ന് കരുതുന്നവരുമുണ്ട്. പതിറ്റാണ്ടുകളായുള്ള മതപരവും രാഷ്ട്രീയവുമായ ഭിന്നതകൾ പെട്ടെന്നൊരു കരാറിലൂടെ ഇല്ലാതാക്കാൻ കഴിയില്ല. സിറിയ, ലബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സ്വാധീനവും താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. ഇസ്രയേൽ ഈ നീക്കത്തെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായാണ് വിലയിരുത്തുന്നത്. ഇറാനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിച്ച ഇസ്രയേലിന് ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷികൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ മേഖലയിൽ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടും. വരും ദിവസങ്ങളിൽ ഈ ഹെൽസിങ്കി പ്ലാനിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ അണിയറയിൽ സജീവമാണ്.
ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും സമാധാനത്തിനായുള്ള ഇത്തരം ശ്രമങ്ങൾ ലോകത്തിന് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. വൻ ശക്തികളുടെ കളിപ്പാവകളാകാൻ തങ്ങൾ ഇനി തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും കേൾക്കുന്നത്. സ്വന്തം രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തി അറബ് ലോകവും ഇറാനും ഒരുമിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു സമവാക്യ മാറ്റമാണ്. ഈ ബോൾഡ് നീക്കം വിജയിച്ചാൽ അത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെടും. സമാധാനത്തിന്റെ ഈ പുതിയ പാതയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നത് ലോകം അതീവ താല്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്.